മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതെങ്ങനെ പറയണം കേട്ടോ. ഉണ്ണിയുടെ അടുത്ത് പോയിട്ട്, എടാ ഉണ്ണി, ഞാൻ ഇന്ന് അവിടെ പോയി, മഞ്ജുവിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിരിക്കും. കാരണം അവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആ മാനേജറോട് ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും ശരി, കഞ്ചാവ് കേസിലാണല്ലോ സാഗർ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെയും അടുത്ത് തന്നെ പോലീസ് കൊണ്ടുപോകും. അതിനുശേഷം മഞ്ജുവിന് ജീവിക്കാൻ ഒരു വഴിയില്ലാതാവുമ്പോൾ അവൾ എൻ്റെ കാൽച്ചോട്ടിലേക്ക് വരും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഉണ്ണിയും പറയും, അത് ശരിയാണ് മേഘേട്ട, ഞാൻ അതിനു വേണ്ടി മാത്രമാണ് സാഗറെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അത്രയും ഷോ കാണിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് എന്നിങ്ങനെ പറയണം. അവൾ മഞ്ജു മേഘേട്ടൻ്റെ കാൽച്ചോട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് മേഘനും ഉണ്ണിയും കൂടിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ആകെ വിഷമിച്ച് കരഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അശ്വതിയോട് പറയണേ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഏത് തരത്തിലും അവൻ എന്നെ ജീവിക്കാൻ വിടുന്നല്ലോ, ഞാനിനി എന്ത് ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അശ്വതി പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ മാനേജറോട് പോയിട്ട് സംസാരിക്കുക, എനിക്ക് അയാളോട് നേരിട്ട് സംസാരിക്കാൻ വയ്യ, നീ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും. കാരണം അയാൾക്ക് ഒരുപാട് വേറെ ഷോപ്പുകളും പരിചയക്കാരും എല്ലാം ഉണ്ട്. നിനക്ക് മേഘനാഥനെ അറിയാതെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് തരാൻ അയാളെ കൊണ്ട് സാധിക്കും, നീ അത് ചെയ്യേ എന്നിങ്ങനെ പറയണം കേട്ടോ. അശ്വതിയുടെ നിർബന്ധപ്രകാരം മഞ്ജു മാനേജറുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ജു ഇങ്ങനെ കാര്യങ്ങൾ പറയാണ്. മേഘനാഥൻ ഇത്തരക്കാരനാണെന്നും അവൻ്റെ സ്വഭാവം തീരെ മോശമായിരുന്നു, അവന് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സാഗറിൻ്റെ കൂടെ വന്നതും എന്നെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മാനേജർ പറയണ്ട, ആഹാ അങ്ങനെയാണോ, ഞാൻ അങ്ങനെയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ അയാളെക്കുറിച്ചിട്ട് എന്നിങ്ങനെ പറയണം. അതേസമയം മഞ്ജു കൈകൂപ്പിക്കൊണ്ട് പറയാണ്, എനിക്ക് സാർ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരണം എന്നിങ്ങനെ പറയും കേട്ടോ. ആ പറയുന്ന നേരത്തെ തന്നെ മാനേജറുടെ മുഖവും മട്ടും ഭാവവും മാറുകയാണ് കേട്ടോ. അയാൾ പെട്ടെന്ന് തന്നെ ചേർന്ന് എണിച്ചിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അതിനെന്താ മഞ്ജു, ഞാൻ നിനക്ക് ജോലി ശരിയാക്കി തരാമല്ലോ, മേഘനല്ല ആര് പറഞ്ഞെങ്കിലും ശരി, ഞാൻ ജോലി ശരിയാക്കി തരാം. പക്ഷേ ഞാൻ ജോലി ശരിയാക്കി തരുമ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ നീ എന്നോട് ചെയ്യണം, എനിക്ക് വേണ്ടി നീ എന്നെ വഴങ്ങിത്തരണം, അനുസരിക്കണം. അങ്ങോട്ട് ഒരു പാലം ഇട്ടാൽ ഇങ്ങോട്ടും ഒരു പാലം വേണ്ടേ മഞ്ജു എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ മഞ്ജുവിൻ്റെ കൈ പിടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കൈ വിടടാ എന്ന് പറഞ്ഞിട്ട് മഞ്ജു കുതറിയാണ് കേട്ടോ. താനേ എന്നെ ഇങ്ങനത്തെ ഒരു സ്ത്രീയായിട്ട് കണക്കാക്കണ്ട, ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ വഷളാക്കും. കാരണം എന്താണെന്ന് പറയുക, ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത് മേഘനാഥൻ വന്ന് പറഞ്ഞിട്ട് എന്നെ അത്തരത്തെ കാര്യമാണ് എന്ന് എല്ലാവരും ഇവിടെ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വഷളാകും. അതുകൊണ്ട് മാത്രം താൻ രക്ഷപ്പെട്ടിരിക്കണം, താൻ എന്നെ ശരിക്കും മനസ്സിലാവില്ല, ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറഞ്ഞ് മഞ്ജു മാനേജറിനെ നല്ലപോലെ കണക്കിന് കൊടുത്തിട്ട് മഞ്ജു വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. മഞ്ജു വീട്ടിലേക്ക് വരുമ്പോഴും സാഗർ പണിയില്ലാതെ അവിടെ വന്നിരിക്കുകയാണല്ലോ. സാഗർ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കേണ്ടത്, എന്താ മഞ്ജു എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം സാഗർ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. മഹാലക്ഷ്മി സാഗറെ പറഞ്ഞയച്ചു എന്നും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് സാഗർ പറയും. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയണ്, നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ ഇവരാരും സമ്മതിക്കില്ലല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവിടെ തുണിക്കടയിൽ വന്നിട്ട് മേഘനാഥൻ ഷോ കാണിച്ചതെല്ലാം സാഗറിനോട് പറയുന്നുണ്ട്. സാഗർ പറയേണ്ടത്, നമുക്ക് എന്തായാലും ശരി, നമുക്ക് കുറച്ച് കാലത്തേക്ക് ജീവിക്കാനുള്ള സാധനം കയ്യിൽ, നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ജോലിക്കൊന്നും പോകണ്ട, കുറച്ച് കാലം നമുക്കിങ്ങനെ ജീവിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, എത്ര കാലം വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നത്, എനിക്ക് എന്തായാലും കണ്ണേട്ടനെ ഒന്ന് കാണണം, കണ്ടേ തീരുള്ളൂ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ സാഗർ പറയും, വേണ്ട മഞ്ജു, നീ എന്തിനാ കണ്ണേട്ടനെ കാണാൻ പോകണമെന്ന്, അവരാണ് എന്നെ പറഞ്ഞയച്ചത്, അവർക്ക് എന്നെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല എന്നിങ്ങനെ പറയണ. എന്നാലും ശരി, ഞാനൊന്ന് പോയി കണ്ണേട്ടനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മഞ്ജു കണ്ണനെയും മഹിയും കൂടി കാണാൻ പോകണം കേട്ടോ. അതിനുശേഷം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ സാഗറെ വിശ്വസിക്കുന്നില്ല, സാഗർ ആ പഴയ സാഗറല്ല, അത് മേഘനാഥൻ പറഞ്ഞിട്ടാണ്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വിടും നിങ്ങൾ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തുണിക്കടയിൽ വന്നിട്ട് മേഘനാഥൻ കാട്ടിയ ഷോയൊക്കെ കണ്ണനും മഹിയും കേൾക്കുകയാണ്, എല്ലാം പറയാണ്. മഞ്ജു കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ, ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല, ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമേ ചെയ്യാനുള്ളൂ, അതിൽ കൂടുതൽ എനിക്കിനി ഒന്നും ചെയ്യാനുമില്ല, ഞങ്ങളെ ജീവിക്കാൻ ഒരു തരത്തിലും വിടുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ, മഞ്ജു ഇത്രയ്ക്കും വളർന്നോ, ഇത്രയ്ക്കും ഒരു സ്ത്രീയായോ, അവൾ എല്ലാ കഷ്ടതകളും അനുഭവിച്ചും സഹിച്ചും ജീവിക്കാൻ മാത്രം മഞ്ജു മാറിപ്പോയോ എന്നിങ്ങനെ മഞ്ജു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കാര്യത്തിൽ കണ്ണനും മഹാലക്ഷ്മിയും ഒരു നല്ല തീരുമാനം എടുക്കാൻ പോവുകയാണ്.